ഹലോ ഗായ്സ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മളിതാ വീണ്ടും ഒരു മിനി വ്ലോഗായിട്ട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇന്നൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മളൊരാഴ്ച മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു മിനി വ്ലോഗ് ഇടണ്ടാന്ന്. ബട്ട് എന്തോ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല ഗായ്സ്. അതുകൊണ്ട് തന്നെ ഒരു മിനി വ്ലോഗ് ആകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം ഗാനമേളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ ആരുടെ കല്യാണം എന്ന് പറഞ്ഞില്ല, സോറി. ഇതെൻ്റെ നൈബറിൻ്റെ കല്യാണമാണ്, മാത്രമല്ല എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ്. അങ്ങനെ നമ്മൾ പോയി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഗാനമേളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അപ്പം തന്നെ പോയിട്ടാ. അങ്ങനെ പോയി അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ സമൂസയും കട്ട്ലേറ്റും അങ്ങനത്തെ പൊരിക്കടി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതായിരുന്നു സംഭവം. ഇതാണ് നമ്മുടെ മണവാളൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിലുള്ളവർ എന്നോട് പറയണത് അവരെയും വീഡിയോ എടുക്കാൻ. എന്ത് ചെയ്യാനാ ഗായ്സ്, അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി പോയില്ലേ, എടുത്തല്ലേ പറ്റൂ. ഇവരുടെ ഡാൻസ് ശരിക്ക് കാണണമെങ്കിൽ നമ്മൾ ചെക്കൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. ഇത് പെണ്ണിൻ്റെ ഓഡിറ്റോറിയമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ചെക്കൻ്റെ കല്യാണ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ ഇവിടുന്ന് ചെക്കനും പെണ്ണും തമ്മിലുള്ള ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗാനമേള പിന്നെ ഉണ്ടായിരുന്നു. ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത്. ഇവരാണ് ഞങ്ങളുടെ പൊന്നാനിത്തെ ഡാൻസ് ടീം, അങ്ങനെ തന്നെ പറയാം. കാരണം പൊന്നാനിയിൽ ആരുടെ കല്യാണം ഉണ്ടെങ്കിലും ഇവരുടെ ഡാൻസ് നിർബന്ധമാണ്. ഇവനായിരുന്നു ക്യാപ്റ്റൻ. ഇവന്റെ ഡാൻസ് കണ്ടിട്ട് പകച്ചു പോയ എൻ്റെ യൗവനം എന്ന് തന്നെ പറയാം. അത്രക്ക് പെർഫെക്റ്റ് ആയിരുന്നു ഗൈസ്. ഇവന്റെ ഡാൻസ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ക്ലാസിക്കലും പിന്നെ ബ്രേക്കും പിന്നെ ഈ ഫോക്ക് ഡാൻസും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവം ഒന്നും മനസ്സിലായില്ല, പക്ഷെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറേ ദൂരമായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ലാതെ കിട്ടി. അതുപോലെ കുറേ ചിരിച്ചു. പിന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് കേട്ടോ കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പകുതി കോൺഫിഡൻസ് എങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ ആരായേട്ടാ, അങ്ങനെ വിചാരിച്ചു പോയി ഗൈസ്. അത്രക്ക് രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഈ കല്യാണം ഇവൻ തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. ടാറ്റാ, ബൈ ബൈ, സി യു.